ഒരുപാട് ഐറ്റമൊന്നുമില്ലാതെ നമുക്ക് നാടൻ ബ്രെഡ് റോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാവേ. അതിനാദ്യം നമ്മൾ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും മുറിച്ച് കളയണം. അതിൻ്റെ സൈഡ് മുറിച്ച് മാറ്റി വെക്കണം. അത് നമുക്ക് വേണം. ഇപ്പം നമുക്കത് വേണ്ട. അത് നല്ലതായിട്ട് 4 സൈഡും മുറിച്ചത് മാറ്റി ഒരു പാനിലേക്ക് ഒരു പാത്രത്തിൽ വെക്കണം. എന്നിട്ട് നമ്മളൊരു പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് അതിലേക്ക് സവോള, പച്ചമുളക് ഇവയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അതൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിനകത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ആ പച്ചപ്പ് മാറണം. എന്നിട്ട് നമ്മൾ ശരിക്കും നിങ്ങൾക്ക് വീട്ടിലെ ബീൻസൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് അരിഞ്ഞിടാം. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ഇടണം. ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞ്. ഇനി കുറച്ചും കൂടെ രീതി വെക്കുവാണെങ്കിൽ വേണമെങ്കിൽ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അങ്ങനെ വെക്കാം വേണമെങ്കിൽ ഇത്. പക്ഷേ ഞാനിവിടെ ക്യാരറ്റ് മാത്രമേ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ടൊന്ന് വഴറ്റി. എന്നിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം വേണം, നമ്മുടെ ചെറിയ ജീരകം, നല്ല ജീരകം എന്ന് പറയും. ആ ജീരകത്തിൻ്റെ പൊടി അതിനകത്ത് അത്യാവശ്യമാണ്. ജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയാണ് ഇതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഹൈലൈറ്റായിട്ട് നിൽക്കേണ്ടത്. ഇത് രണ്ടും എടുത്ത് ഒരു നുള്ളു ഉപ്പ് പാകത്തിന് മതി. ആ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ അതിലേക്ക് ഒരു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ച് ചേർത്ത് അതും കൂടെ ഒന്ന് ഇളക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇടാം, അല്ലെങ്കിൽ വേണ്ട. എന്നിട്ട് നമ്മൾ ബ്രെഡിൻ്റെ അരിഞ്ഞു വെച്ച ആ 4 മൂലയില്ലേ അത് നന്നായിട്ട് പൊടിച്ച് അതിലോട്ടിടണം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ച് ഇളക്കണേ. നമ്മളൊരു ഉരുള ഉരുട്ടുന്ന പരുവത്തിൽ ആ ഷേപ്പല്ല അതേ പരുവത്തിൽ നമ്മൾ അത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ആ 4 സൈഡ് മുറിച്ച ബ്രെഡിൻ്റെ പീസില്ലേ, ഞാനിവിടെ 4 എടുത്തിരിക്കുന്നത്, അത് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കത് ഫില്ലിങ് അതിനകത്തേക്ക് വെക്കണം. നമ്മൾ വഴറ്റി എല്ലാം കൂടെ വെച്ചിട്ടില്ലേ ഉരുളക്കിഴങ്ങുമല്ല, അതാണ് ഫില്ലിങ്. അത് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് മടക്കി എടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മളൊരു പാത്രത്തിലെ വെള്ളത്തിലോട്ട് ഈ ബ്രെഡ് ഒന്ന് മുക്കി എടുത്ത ശേഷം നമ്മൾ ഫില്ലിങ് അതിലേക്ക് വെച്ച് ഒന്ന് റോൾ ചെയ്യണം. അത് പുറത്ത് പോകരുത് ഫില്ലിങ്, അത് നമ്മൾക്ക് എണ്ണയ്ക്കകത്ത് ഇടാനുള്ള. എന്നിട്ട് ഒന്ന് റോൾ ചെയ്ത് ശരിക്കും അത് ഫില്ലിങ് എല്ലാം ആ ബ്രെഡിനകത്ത് വരത്തക്ക വെച്ച് നമ്മൾ 4 എണ്ണമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അത് റോൾ ചെയ്ത് വെക്കുക.
നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുമ്പോഴത്തേന് ഈ നമ്മൾ റോൾ ചെയ്ത് വെച്ച ഈ ബ്രെഡ് അതിലേക്കിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഒരു വശം മൂത്ത് കഴിയുമ്പോൾ മറ്റേ വശം നമ്മൾ മറിച്ചിടുക. അങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് നമ്മൾ എടുക്കുക. അപ്പോഴത്തേന് നമുക്ക് ഒരുവിധം മൂത്ത്, നിങ്ങൾക്കറിയാമല്ലോ, ഒരു ചെറിയ ബ്രൗൺ കളർ, കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ വേറെ ടേസ്റ്റ് ആയി പോകും. അപ്പോൾ ഒരുവിധം ഒരു ബ്രൗൺ കളറായി രണ്ട് സൈഡും ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ബ്രെഡ് റോള് എണ്ണയിൽ നിന്ന് എടുത്തു വെക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഇത്. വൈകുന്നേരമൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അവർ നന്നായിട്ട് കഴിച്ചോളൂ ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇതുപോലത്തെ കുറേ സിമ്പിൾ ഐറ്റമൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നേരം കിട്ടുമ്പോൾ ഒന്ന് കയറി കാണണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും അടിച്ചേക്കണേ.